നമസ്കാരം, വെൽക്കം ടു ലവ്ലി മാഷപ്പ്. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തണുപ്പ് കാലത്ത് എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ ആക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അത്യാവശ്യം നമുക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയി പോകുന്നതൊക്കെ എങ്ങനെ തടയാം എന്നുള്ള കുറച്ച് കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിന് പ്രത്യേകം ഒരു പരിരക്ഷണം കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്കിൻ ഡിസീസ് ലൈക്ക് സോറിയാസിസ്, എക്സിമ അതുപോലുള്ള സ്കിൻ ഡിസീസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഈ സ്കിൻ ഡിസീസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദ പീപ്പിൾ ഹു ആർ സഫറിങ് ഫ്രം സ്കിൻ ഡിസീസ് ലൈക്ക് സോറിയാസിസ്, എക്സിമ എക്സെട്ര, ദി വിൽ ഫീൽ മച്ച് ഡിഫിക്കൽട്ടി. ഓക്കെ, കുറച്ചും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യത, ഇച്ചിങ്, സ്കെയിലിംഗ് അതൊക്കെ ഈ തണുപ്പ് കാലത്ത് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്കിൻ കെയർ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല അവരുടെ മരുന്നും ഭക്ഷണവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല ഈ തണുപ്പ് കാലത്ത് ഇതുപോലുള്ള സ്കിൻ ഡിസീസ് ഉള്ള ആളുകളല്ല, നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് പിന്നെ നമുക്ക് പറയേ വേണ്ട, സ്കിന്ന് പൊട്ടിപ്പോവുക, പിന്നെ മുഖം വലിഞ്ഞ് ഇങ്ങനെ മുറുകുന്ന പോലുള്ള ഫീലിംഗ് ഉണ്ടാവുക, ഇങ്ങനെ സ്കേലി ആയിട്ട് ഇളകി പോവുക, പാദം വിണ്ട് കയറുക, ചുണ്ട് വിണ്ട് കയറുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക പരിരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം, നമ്മുടെ വെള്ളവും ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് ഈ തണുപ്പ് കാലത്ത് വി വോണ്ട് ഫീൽ തേഴ്സ്റ്റി അല്ല, നമ്മൾ സാധാരണയുള്ള സമയത്ത് ദാഹിക്കുന്ന പോലെയുള്ള ആ ഒരവസ്ഥ നമുക്കൊന്ന് കുറയും, നമുക്ക് അത്രയധികം ദാഹിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം കുടിക്കുന്ന, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയും കുറഞ്ഞു പോകും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ നിർബന്ധമായിട്ടും ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെയുള്ള ആ ഒരു കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 8 മുതൽ 10 എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഏതായാലും 2 ലിറ്റേഴ്സ് 2.5 ലിറ്റേഴ്സ് ആ ഒരു വെള്ളം അങ്ങനെ കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല തണുപ്പ് കാലത്ത് നമുക്ക് ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ്, സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിക്കാനുള്ള താല്പര്യം കൂടും. നമ്മൾ കേരളത്തിലല്ല, ഞാൻ പുറത്തിപ്പം മറ്റുള്ള പല സ്ഥലങ്ങളിൽ, അതായത് നോർത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇവിടത്തേനേക്കാളും കുറച്ചും കൂടെ ചേഞ്ച് ആയിട്ടുള്ള വെതറൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് ഈ തണുപ്പ് കാലത്ത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവരൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് സ്പൈസിയും ഒരുപാട് ഓയിലി ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ അത് ഇൻഡൈജഷൻ പോലുള്ള മറ്റു പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. അതുകൊണ്ട് നമ്മുടെ ഫുഡിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. സാധാരണ തണുപ്പ് കാലത്ത് വി പ്രിഫർ ഹോട്ട് വാട്ടർ അല്ലേ, നമ്മൾ ചൂട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു കാരണവശാലും ഒരുപാട് ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കരുത്. നമ്മൾ ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്യാം. അതായത് ഒരുപാട് ചൂടല്ല, നന്നേ തണുത്തതല്ല, അതുപോലത്തെ വെള്ളത്തിൽ മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരു സെൽഫായിട്ട് അതിലൊരു ഓയിൽ ഉണ്ടാവും സ്കിന്നിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ആ എക്സസ് ആയിട്ടുള്ള ആ ഓയിൽനെസ് വെച്ചാൽ ആ ഒരു സ്കിന്നിൻ്റെ നേച്ചർ കൂടി പോവും ഇങ്ങനെ കുളിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താവും, സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആവും. സോ നമ്മൾ ഒരുപാട് ചൂടുവെള്ളത്തിൽ കുളിക്കരുത്, ഒരു ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുക. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എണ്ണ തേച്ചിട്ട് കുളിക്കാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പിണ്ടതൈലം പോലുള്ള ഓയിൽ യൂസ് ചെയ്തതിന് ചില തൈലം അതുപോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് കുളിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ശീലമുള്ള ആളുകൾക്ക് അങ്ങനെ ഏതെങ്കിലും ധന്വന്തര തൈലം അല്ലെങ്കിൽ ധന്വന്തര കുഴമ്പ്, പിണ്ടതൈലം അങ്ങനെയുള്ള മെഡിക്കേറ്റഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് കുളിക്കാം. അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ, നോർത്തിലൊക്കെ ആണെങ്കിൽ ആളുകൾ സർസോങ്ക തൈലം, അതായത് മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുളിക്കാറ്. അപ്പോൾ അവർക്ക് അവരുടെ ബോഡിക്ക് ഏതാണ് സൂട്ട് ചെയ്യുന്നത്, ഏതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, ആ ഓയിൽ യൂസ് ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ വർക്കിംഗ് മെൻ വെച്ചാൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക്, ആരായാലും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ എണ്ണ തേച്ച് നിൽക്കാനും കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ അവർ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു 3-4 സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഏതെങ്കിലും നിങ്ങൾ ഏതാ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വാട്ടർ. അതിന് ശേഷം നമ്മൾ കുളിക്കുക. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോലും സമയം എന്ന് വെച്ചാൽ നമ്മൾക്കതിന് ഒരു പ്രത്യേക സമയം കണ്ടെത്താണ്ട് നമ്മൾ ബോഡിയിൽ ആ എണ്ണ
ഒരു കോട്ടിംഗ് പോലെ നിലനിൽക്കും. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അപ്പോൾ കുളിക്കുന്ന വെള്ളം ഒരുപാട് ഡോണ്ട് യൂസ് ഹോട്ട് വാട്ടർ, ഓൺലി യൂസ് ല്യൂക്ക് വാം വാട്ടർ. പിന്നെ രണ്ടാമത് ഓയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ 2-3 സ്പൂൺ ഓയിൽ ഇട്ട ശേഷം അത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കാം. ഇപ്പോൾ 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹാർഷായിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ എന്താണ് ഫേസ് വാഷ് അതുപോലുള്ള സാധനങ്ങൾ ഈ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓൺലി യൂസ് മൈൽഡ് ജെൻറ്റിൽ സോപ്പ്, അല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർന്നിട്ടുള്ള ഗ്ലിസറിൻ സോപ്പോ ഗ്ലിസറിൻ ഫേസ് വാഷോ അങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാം. വെച്ചാൽ ഫേസ് വാഷും സോപ്പൊന്നും യൂസ് ചെയ്യാത്ത ആളുകൾ നമുക്ക് പയറുപൊടി, ഗ്രീൻ ഗ്രാം പൗഡർ അങ്ങനെയുള്ള ഏതെങ്കിലും പൊടികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുളിക്കാനും ഫേസ് വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഡെയിലി ഭയങ്കരമായിട്ട് നമ്മൾ സ്കിന്നിൽ സോപ്പ് ചെയ്ത് കുളിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ ഒരുപാട് സ്വെറ്റ് വരുന്ന, അതായത് ആംപിറ്റ് അതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രം സോപ്പ് യൂസ് ചെയ്തിട്ട് ബാക്കി 2 ദിവസത്തിൽ 3 ദിവസത്തിൽ ഒരിക്കൽ ബാക്കി എല്ലാ സ്ഥലത്തും സോപ്പിട്ട് ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളെ സ്കിന്ന് ഡ്രൈ ആവുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഓക്കെ, പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുളിച്ച് തൊട്ട് ശേഷം നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തോർത്തിയെടുക്കുന്ന ചിലവർ ഭയങ്കരമായിട്ട് തോർത്തുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ റബ്ബിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ജെൻറ്റിലായിട്ട് ഡാപ്പ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ജലാംശം നമ്മളെ ബോഡിയിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് ഏതാണെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിൽ 1-2 തുള്ളി ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ സ്കിന്നിൽ പുരട്ടുകയാണെങ്കിൽ അത് നല്ലൊരു നമ്മുടെ ആ സ്കിന്നിൻ്റെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ബാത്റൂമിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് ആ ഒരു നനവോട് കൂടെ തന്നെ നമ്മളത് അപ്ലൈ ചെയ്യുകയാണെങ്കിലാണ് അതൊന്നും കൂടെ നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കടലമാവ്, അതായത് ബേസൻ കൊണ്ട് മുഖം കഴുകുന്ന ആളുകളുണ്ട്. പക്ഷേ തണുപ്പ് കാലത്ത് ബേസനേക്കാളും ഒന്നും കൂടെ നല്ലത് ഉഴുന്ന് പരിപ്പ്, ഉരദ് ദാലിൻ്റെ പൗഡർ, അതായത് നമ്മൾ ബ്ലാക്ക് ഗ്രാം ഉരദ് ദാലിൻ്റെ പൗഡർ, ഉഴുന്ന് പരിപ്പിൻ്റെ പൗഡർ കൊണ്ട് മുഖം കഴുകുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ബേസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ ഒന്നും കൂടെ വലിച്ചെടുക്കും, കുറച്ചും കൂടെ ഡ്രൈ ആവാൻ അത് കാരണമാണ്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് കടലമാവ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പയറുപൊടിയോ ഉഴുന്നുപൊടിയോ ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ കടലമാവ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ റോ മിൽക്ക്, പാലോ അല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് കൂടെ ഞാൻ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ്. അതായത് സാരിവ, സംസ്കൃതത്തിൽ സാരിവ എന്ന് പറയും, ബൊട്ടാണിക്കൽ നെയിം ഹെമിഡോസ്മസ് ഇൻഡിക്കസ് എന്ന് പറയും, പിന്നെ മലയാളത്തിൽ നമ്മൾ നന്നാറി എന്ന് പറയും. ഇതാണ് നന്നാറി. ഓക്കെ, ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും, എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ നന്നാറി ജസ്റ്റ് നന്നായിട്ട് ക്രഷ് ചെയ്യുക, ഇടിച്ചതിന് ശേഷം ഇത് പൊടിയാക്കി സൂക്ഷിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്നുപൊടി, ഉരദ് ദാൽ, ബ്ലാക്ക് ഗ്രാമിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഓയിലി സ്കിന്നുള്ള ആളുകൾ ഹണിയുടെ കൂടെയോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയോ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാം. അല്ലാതെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൈര്, കേടിൻ്റെ കൂടെയോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. കാരണം മുൾത്താനി മിറ്റ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ മുഖത്ത് തണുപ്പ് കാലത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്, കാരണമാവും. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് സാരിവ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. ഷോപ്പിൽ നിന്ന് സാരിവ പൗഡർ, നന്നാറിയുടെ പൗഡർ കിട്ടും. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മൾ നന്നാറി ഇങ്ങനെ വോളായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇടിച്ച് പിന്നെ അത് പൗഡറാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് തണുപ്പ് കാലത്ത് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്ക് 3 ദിവസത്തിലൊരിക്കൽ നമുക്ക് ഹോട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്യുക. ഹോട്ട് ഹെയർ ഓയിലിൻ്റെ മസാജിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹോട്ട് ഹെയർ ഓയിൽ മസാജ് ചെയ്യുക. അതിനുശേഷം ത്രിഫല ഹെയർ പാക്കോ അല്ലെങ്കിൽ ഗുവ ഹെയർ പാക്കോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. പിന്നെ ഡെയിലി പുറത്ത് പോകുന്ന ആളുകളാണെങ്കിൽ തല കഴുകി സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് സ്വെറ്റൊന്നും ഇല്ലെങ്കിൽ ഒരു 3 ദിവസത്തിൽ ഒരിക്കലൊക്കെ തല കഴുകിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് കഫരോഗങ്ങൾ, കവച ഡിസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം, പനി അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വന്നാലും കഫം ഉറച്ചു പോവുകയും നല്ലോണം ചുമ വരിക, രാവിലെയുള്ള സമയത്തുള്ള ചുമ വരിക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണവും
നമ്മുടെ എല്ലാ റെജിമെനും ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു തംസപ്പ് തരുക. പിന്നെ എന്താണ്, തണുപ്പ് കാലത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.